ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്കായിരിക്കാൻ ദൈവം തരുന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എഫേസ്യർ ലേഖനത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന 1-ാം അധ്യായം നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ആണ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത്. 15 മുതലുള്ള വാക്യങ്ങളിലാണ് ആ പ്രാർത്ഥന കാണുന്നത്. നമ്മൾ 15ഉം 16ഉം വാക്യങ്ങൾ തുടങ്ങി വെച്ചു. അവരുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന എഴുതി വച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ 15-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുള്ള വിശ്വാസത്തെ, അത് നിമിത്തം എന്ന് പറഞ്ഞാൽ ആ 3 മുതൽ 14 വരെ ഉള്ള കാര്യങ്ങൾ നിമിത്തം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ അനാദി നിർണയപ്രകാരം മനുഷ്യനെ രക്ഷിപ്പാൻ തീരുമാനിച്ച ദൈവം മനുഷ്യന്റെ ആ വീണ്ടെടുപ്പിന്റെ അല്ലെങ്കിൽ രക്ഷണ പ്രവൃത്തിയെ കുറിച്ചെല്ലാം നമുക്ക് ആ ഒരു നിർണയിച്ചു വെച്ചിരിക്കുകയായിരുന്നു, അനാദി നിർണയത്തെ. അതു നിമിത്തം ഞാനും നിങ്ങൾക്ക്, കാരണം നമ്മൾ പലപ്പോഴും ആ രക്ഷയെ അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. രക്ഷയെന്ന് പറഞ്ഞ 2 വാക്കേ ഉള്ളൂ. പക്ഷെ ഇത്ര വലിയ രക്ഷ എന്ന് എബ്രായലേഖനത്തിൽ പറയുന്നുണ്ട്. അത് നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള രക്ഷയുടെ അതിമഹാത്മ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പൗലോസ് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങൾക്കുണ്ട്. ആ 3 മുതൽ 14 വരെയുള്ള 1-3 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയതാണ്. അങ്ങനെ അത് മനസ്സിലാക്കണം. അവര് മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ ലേഖനം പഠിക്കുന്ന നാമും മനസ്സിലാക്കണം. നമുക്ക് ദൈവത്തിൽ എത്ര സമ്പത്തുണ്ട്, നാം ദൈവത്തിൽ ആരാണ്. അതുകൊണ്ടാണ് അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവരതൊക്കെ അറിയണം എന്ന് താൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം ആ നാം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ, നമ്മെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ തന്നെ, അതെപ്പോഴാ? ലോക സൃഷ്ടിക്ക് മുമ്പേ, സകലതും സൃഷ്ടിക്കുന്നതിന് മുമ്പേ നാം ക്രിസ്തുവിൽ ആരായിത്തീരും എന്ന് കണ്ട ദൈവം നമ്മെ ഓരോരുത്തരെയും തൻ്റെ സമയത്ത് വിളിച്ചു. നമ്മെ പോലെയല്ല, നാം ആരെങ്കിലും ആദ്യം കണ്ടിട്ട് അറിയുന്നത് പോലെയല്ല, നമ്മ മുന്നിൽ കണ്ടിട്ട് അറിയുന്നത് പോലെയല്ല, കേട്ടിട്ടറിയുന്നത് പോലെയല്ല. ദൈവം നാമൊക്കെയും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മെ തിരഞ്ഞെടുക്കുന്ന പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കുകയും നാം അവസാനം എങ്ങനെയായി തീരുകയും ചെയ്യുമെന്ന് അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി തന്നു, അല്ലെ? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നിറച്ചിരിക്കുന്ന ദൈവം എന്നാ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടിയതാണ്. ഇനി ആ തേജസ്കരണം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിയതാണ്. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയില് നമ്മൾ മനസ്സിലാക്കണം നാം ആരാണെന്ന്, അല്ലെ? നമ്മളൊരു കേവലം വിശ്വാസിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. പക്ഷെ ദൈവത്തിൽ നാം ആരാണെന്നും ദൈവത്തിന് നാം ആരാണെന്നും നമുക്ക് ദൈവം ആരാണെന്നും നമ്മൾ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപം എന്തെന്നും നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ഞാൻ മുഴുവൻ ഒന്ന് വായിക്കാം. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട്, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ വരെ പഠിച്ചു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഒറ്റ ശ്വാസത്തിൽ പരിശുദ്ധാത്മാവിനാൽ പൗലോസ് ഇങ്ങനെ അങ്ങ് എഴുതി വെച്ചേക്കും, അല്ലേ? പക്ഷെ അന്ന് അവർക്ക് ആർക്കും വിവരിച്ചു കൊടുക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. അവർക്കതൊക്കെ മനസ്സിലായിരുന്നു, ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. ഇപ്പോൾ നമുക്ക് എത്ര പേര് പറഞ്ഞു തന്നിട്ട് നമുക്ക് മുറിച്ചു പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ ഇത്രയും മനസ്സിലാക്കുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ആ 17 മുതൽ 19 വരെയുള്ള
വാക്യങ്ങളാണ് ആ ശരിയായി അവർക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന. നമുക്ക് ഈ പ്രാർത്ഥന നമ്മളുടെ പ്രാർത്ഥനയും പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥനയും കൂടെ താരതമ്യം ചെയ്ത് നോക്കി. എല്ലാവരും ചിരിക്കുന്നുണ്ട്, എനിക്കറിയാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോ പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥന എങ്ങനെയുള്ള പ്രാർത്ഥനയാ? അതും തൻ്റെ തന്നിൽ നിന്ന് സുവിശേഷം കേട്ട് ആ ദൈവത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അത്. നമ്മളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം എന്താ പ്രാർത്ഥിക്കുന്നത്? നമുക്ക് വേണ്ടി ചിലപ്പോൾ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിച്ചെന്നിരിക്കും, അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? അവരുടെ രോഗം മാറണം, അത് മാറണം, ഇത് മാറണം, എല്ലാം മാറണം, അല്ലേ? അവർക്ക് നല്ല ഭാവി വരണം, അങ്ങനെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷെ ഇത് കിട്ടുന്നതിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. കിട്ടിയ കാര്യം അവർക്ക് വെളിപ്പെട്ട് കിട്ടണം, ദൈവത്തിന്റെ വചനത്തിൽ അവർ വളരണം. അപ്പൊ കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കായിരുന്നെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ ആദ്യം തനിക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്, കാരാഗൃഹത്തിലായിരിക്കുന്നത്. അപ്പം പൗലോസ് അപ്പോസ്തലൻ അവിടെ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിന് അവരോട് പ്രാർത്ഥിക്കാൻ പറയണമായിരുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാമായിരുന്നു. പക്ഷെ നമ്മൾ ഈ ലേഖനത്തിന്റെ അവസാനത്തിൽ കാണുന്നുണ്ട്, ഒരു പ്രാവശ്യം മാത്രം കാണുന്നുണ്ട്. പക്ഷെ തന്റെ ചങ്ങല അഴിഞ്ഞു പോകണമെന്നോ താൻ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിക്കപ്പെടണമെന്നോ താൻ പറയുന്നതേ ഇല്ല. പക്ഷെ ഇവരുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഒരു ഉദാഹരണ പ്രാർത്ഥന എന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു, 3-ാമത്തെ അധ്യായത്തിലും ഇതുപോലെ ഒരു പ്രാർത്ഥന കാണുന്നുണ്ട്. അവർ അകത്ത് മനുഷ്യൻ ബലപ്പെടണം എന്നാണ് ആ പ്രാർത്ഥനയ്ക്ക് അകത്ത് മനുഷ്യൻ ബലപ്പെടണം, അതാണ് അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇവിടെ ഈ പ്രാർത്ഥനയുടെ ആവശ്യമെന്ന് പറയുന്നത് എഫെസോസിലെ വിശുദ്ധന്മാരുടെ ആത്മീക പ്രകാശനവും ആത്മീക ശക്തിയും, അല്ലെന്നുണ്ടെങ്കിൽ പറയാം അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, അവരുടെ അകക്കണ്ണ് പ്രകാശിക്കണം. ഇംഗ്ലീഷിൽ പറഞ്ഞ പ്രയർ ഫോർ എൻലൈറ്റൻമെന്റ്, അവർ എൻലൈറ്റൻ ചെയ്യണം, അവരുടെ ഹൃദയം പ്രകാശിക്കണം. അതാണ് എന്താണ് അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അവരുടെ അകത്ത മനുഷ്യൻ ഒന്ന് കണ്ണു തുറന്ന് നോക്കണം. നിങ്ങൾക്കിതെല്ലാം ഉണ്ട്, പക്ഷെ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതാണ് ആ പ്രാർത്ഥനയുടെ ഇത്. അപ്പൊ അത് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാര്യവുമല്ല, സകലവും സ്പിരിച്വൽ ആണ് എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഈ പ്രാർത്ഥന ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? പിതാവായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ. അപ്പൊ സകല മഹത്വത്തിന്റെയും ഉത്ഭവസ്ഥാനം പിതാവാണ്. നമ്മൾ പ്രാർത്ഥനകളെല്ലാം പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ കർത്താവ് നമുക്ക് ഉദാഹരണ പ്രാർത്ഥനയായിട്ട് തന്നിട്ടുള്ള പ്രാർത്ഥനകളും ആ പ്രാർത്ഥനയും അങ്ങനെ തന്നെയാണ്, സ്വർഗസ്വനായ പിതാവേ എന്ന് പറയുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. ഇനി പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ് പ്രാർത്ഥനയുടെ ഉള്ളടക്കം. ഒന്ന്, ദൈവത്തെ അറിയണം. ആദ്യത്തെ അവിടെ പറയുന്നുണ്ട്, ദൈവം നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെയും വെളിപ്പാടിനെ തരേണ്ടതിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാണ്, അവർ ദൈവത്തെ അറിയണം. അത് കഴിഞ്ഞ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങൾ എന്താ അറിയണം? നിങ്ങളുടെ വിളിയാലുള്ള ആശ അറിയണം. രണ്ടാമത്തെ കാര്യം അതാണ്. ഒന്ന്, ദൈവത്തെ അറിയണം. 2, ആ ദൈവം നമ്മെ വിളിച്ചു, ആ വിളിയിലുള്ള ഒരു ആശയുണ്ട്, ആ ആശ അറിയണം. 3, ആ ദൈവത്തിന്റെ സമ്പത്ത് നാം മനസ്സിലാക്കണം. വിശുദ്ധന്മാരിൽ തന്റെ അവകാശത്തിന്റെ മഹിമാധനം എന്ന് പറഞ്ഞാൽ നമുക്കൊരു നിക്ഷേപമുണ്ട്, ദൈവത്തിന് നമ്മളൊരു നിക്ഷേപിച്ചിരിക്കുന്നു. ആ നിക്ഷേപം, ആ മഹത്വം എന്താണെന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിന് നമ്മളുള്ള സമ്പത്ത് അല്ലെങ്കിൽ ആ ഒരു മഹത്വം നമ്മൾ അറിയണം. അപ്പം അത് കഴിഞ്ഞിട്ട് ആ ദൈവത്തിന്റെ ശക്തി അവര് മനസ്സിലാക്കണം. 4 കാര്യങ്ങളാണ് പറയുന്നത്. അതിനു വേണ്ടി പൗലോസ് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്.
ഇനി ആദ്യം നമുക്ക് നോക്കാം. ആദ്യം പറയുന്ന ദൈവത്തെ അറിയണം. ഇവിടെ പറയുന്ന ദൈവം നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവിനെ തരേണം. നമുക്ക് പതിയെ പഠിച്ചു പോകാം. ഇന്ന് ഈ ക്ലാസ്സിൽ തീർക്കണം എന്നാണ്, ഈ പ്രാർത്ഥന തീർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ പതിയെ പഠിച്ചു പോകാം. ഇവിടെ ആത്മാവെന്ന് ഉദ്ദേശിക്കുന്നത് ഏതാത്മാവാണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. 1:13 നമുക്കറിയാം, നാം രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ നിറയ്ക്കുന്നു. പക്ഷെ ഇവിടെ ആ പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന് അവർക്ക് പരിജ്ഞാനവും ആ പരിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും വെളിപ്പാട് കൊടുക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ആ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ തരണമെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്, അത് പ്രകാശിച്ചിട്ട് ആ ദൈവത്തിലുള്ള ജ്ഞാനവും അവർക്ക് അറിയണം. അതാണ് പറയുന്നത്. നമ്മള് യെശയ്യാവിന്റെ പുസ്തകത്തില് പരിശുദ്ധാത്മാവിന്റെ സവിശേഷതകളെ കുറിച്ച് പറയുന്നുണ്ട്. 11:2 അവന്റെ മേൽ, ക്രിസ്തുവിന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോഭക്തിയുടെയും ആത്മാവ്. ആ ആത്മാവ് തന്നെയാണ്. ആ നമ്മളിലുള്ള ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മെ ജ്ഞാനത്തിൽ വളർത്തണം. ആ വെളിപ്പാടിനാൽ ദൈവത്തെ കുറിച്ച് നമ്മൾ അറിയണം. അപ്പൊ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനാൽ തരയണം. ദൈവത്തിന്റെ ആത്മാവാണ് ദൈവത്തിന്റെ ആഴങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാക്കുന്നത്. ദൈവത്തെ അറിയണമെങ്കിൽ നമുക്ക് സ്വയമായിട്ട്, നമ്മൾ സാധാരണ ബൈബിൾ സ്റ്റഡി പഠിച്ചു വരേണ്ടവര്, ബൈബിൾ പഠിക്കുന്നവരാ, നമുക്കറിയാം. വെറുതെ നമുക്ക് ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നല്ലാതെ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല. നമ്മൾ 1 Corinthians 2 ഇങ്ങനെ പറയുന്നല്ലോ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്താ അത്? നമുക്ക് കാണാൻ വയ്യാത്ത കാര്യങ്ങളോ നമുക്ക് ഭൗതികമായി ലഭിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമല്ല പറയുന്നത്. അവിടെ പറയുന്നത് നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. 2:10 ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പം ദൈവത്തിന്റെ ആഴങ്ങളെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവ്. അപ്പൊ നമ്മൾ തന്ന പരിശുദ്ധാത്മാവ് നമ്മൾ ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ ആ ക്രിസ്തുവിനോളം വളരുന്ന അവസ്ഥ, ദൈവം നമ്മൾ വളരണം എന്ന് പറഞ്ഞാൽ ദൈവം വലിയ ആളാണ്, പക്ഷെ നാം ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വളരണം. ഇന്ന് നാം ദൈവത്തെ കുറിച്ച് ഇച്ചിരി അറിഞ്ഞു, നാളെ നാം ഇത്രയും കൂടെ അറിയുന്നു, ഇത്രയും കൂടെ. അപ്പൊ അങ്ങനെയാണ് ദൈവത്തെ കുറിച്ചറിയുക, ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വളരുക എന്ന് പറയുന്നത്. ആ പരിജ്ഞാനം, അറിവിൽ നാം വളർന്നു വരണം, ദൈവം ആരാണെന്ന് അറിയണം, അങ്ങനെ അറിയണം. അപ്പം അവരുള്ള പരിശുദ്ധാത്മാവ് അവർക്ക് പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ പകരണം, ജ്ഞാനത്തിന്റെ ആത്മാവിനെ പകരണം. അവര് ദൈവിക പരിജ്ഞാനത്തിൽ വളരുക. ദൈവത്തെ അറിയുക എന്നുള്ളത് ലോകത്തിൽ വച്ച് നമുക്ക് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അറിവാണ്. നമ്മള് മറ്റുള്ള അറിവുകൾ ഉള്ളവരെ നാം ഒത്തിരി പ്രശംസിക്കാറുണ്ട്, അല്ലേ? പക്ഷെ ദൈവത്തിന്റെ മക്കളെയോ ദൈവദാസന്മാരെയോ പ്രശംസിക്കുന്നത് വെറും കുറവാ, അല്ലേ? പക്ഷേ ഈ ലോകത്തിൽ വച്ച് നമുക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ അറിവാണ് ദൈവത്തെ അറിയുക എന്നുള്ളത്. കാരണം ഈ ലോകത്തിൽ വച്ച് നാം ദൈവത്തെ അറിയുന്നത് നിത്യമായി കൊണ്ടുപോകുന്ന ഒരു അറിവാണ്. ഈ ലോകത്തിലെ അറിവെല്ലാം കല്ലറ വരെ കൊണ്ടുപോകുന്ന അറിവേ ഉള്ളൂ. പക്ഷേ ഈ അറിവെന്ന് പറയുന്നത് നമ്മുടെ മരണത്തിനപ്പുറത്ത് നമ്മെ എത്തിക്കുന്ന അറിവാണ്. അതുകൊണ്ടാണ് ദൈവത്തെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്ന ഈ ലോകത്തിൽ വെച്ച് നമുക്ക് നേടാവുന്നതിലും വലിയ അറിവാണ്. നമ്മൾ പറയുന്നില്ല, ഈ ലോകത്തിലെ ദൈവം
എല്ലാവരുടെയും കണ്ണ് കുരുടാക്കി വെച്ചേക്കുക. കാരണം ഈ ലോകത്തിലേക്കുള്ളതിലേക്ക് നമ്മെ ആകർഷിപ്പിച്ചിട്ട് ആ നിത്യമായ പദ്ധതിയെക്കുറിച്ചും നിത്യനായ ദൈവത്തെക്കുറിച്ചും അറിവ് നമ്മെ പരിമിതപ്പെടുത്തി വെച്ചേക്കുക. നമ്മളത് അറിയരുത്. അതാണ് ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ ആഗ്രഹം. കാരണം ദൈവത്തിന്റെ വചനത്തെ കേൾക്കുന്നതിനേക്കാൾ അധികമായി ഈ ലോകത്തിൽ കേൾക്കുന്ന കുറെ കലപില ശബ്ദങ്ങളാണ് നാം കേൾക്കുന്നത്. ബാക്കിയുള്ളവരുടെ സൗണ്ടുകൾ മുഴുവൻ കേൾക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു മെസ്സേജ് കേൾക്കുക, അതിന്റെ അപ്പുറത്തിരുന്ന് ആരെങ്കിലും ഒരു ചെറിയ ശബ്ദത്തിൽ തന്നെ വേറെന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും അല്ലേ? നമ്മൾ കേൾക്കുന്നതിൽ അധികമായി നമ്മൾ മറ്റേ ശബ്ദത്തിലോട്ടാ പോകുന്നത്. അത് എന്തുകൊണ്ടാണ്? ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കാൻ വേണ്ടി ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം നമ്മൾ ആ ദൈവത്തെ അറിയണമെന്ന് പറയുന്ന, ദൈവത്തെ കൂടുതലായി അറിയണം. കാരണം ഈ ലോകത്തിന്റെ അറിവ് ഇവിടം കൊണ്ട് തീരുന്നതേ ഉള്ളൂ. അത് നമ്മെ നിത്യരാജ്യത്തിലേക്ക് അടുപ്പിക്കുന്നത് അല്ല. അപ്പൊ ഇവിടെ അവര് ആത്മാവിൽ ബുദ്ധിയുള്ളവരാകണം. ആ ദൈവത്തെ അവര് അറിയണം. ദൈവവചനത്തിന്റെ ആത്മീക സത്യങ്ങളെ അവര് ഗ്രഹിക്കണം. കൂടുതലായി ദൈവത്തെ അറിയണം. വ്യക്തിപരമായി ദൈവത്തെ അറിയണം. നമുക്ക് അറിയാം, 2 കൊരിന്ത്യർ 8 അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിഞ്ഞുമിരിക്കുന്നു. അപ്പം ദൈവത്തെ നാം സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, ദൈവം നമ്മെ അറിഞ്ഞുമിരിക്കുന്നു. നാം ഈ ലോകത്തിലെ പല ആൾക്കാരെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ആർക്കും നമ്മെ അറിയത്തില്ല. നാം ദൈവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മെ അറിഞ്ഞിരിക്കുന്നു. അത് വലിയൊരു അറിവായല്ലേ? ആ അറിവിലേക്ക് ആയിത്തീരണം. അപ്പൊ ഇത് ബുദ്ധിപരമായി നേടിയെടുക്കാൻ കഴിയുന്നതല്ല. ഇത് ദൈവത്തിന്റെ ആത്മാവിനാലും വെളിപ്പാടിനാലും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന അറിവാണ്. എല്ലാം ദൈവത്തിന്റെ കൃപയാലാണ്. അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. ദൈവത്തിന്റെ കൃപ. ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ കുറച്ച് നേടിയെടുത്തും നമുക്ക് പറയാനും അവകാശപ്പെടാനും ഒന്നുമില്ല. ഞാൻ എൻ്റെ സമയം കുറച്ച് കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സമയം എന്ന് പറയാനൊക്കത്തില്ല. ദൈവം എനിക്ക് തന്ന സമയം അല്ലേ, ഞാനത് തക്കത്തിൽ ഉപയോഗിച്ചു. അത് ഉപയോഗിക്കാൻ ദൈവം എന്നെ അനുവദിച്ചു. എൻ്റെ ശ്രദ്ധ വേറൊന്നിലും തിരിയാതെ അത്രയും സമയം എനിക്ക് ദൈവം അനുവദിച്ചു തന്നു എന്ന് പറയാൻ മാത്രമേ ഒക്കൂ. അതും ദൈവത്തിന്റെ കൃപയാലാണ്. ഈ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാമായിരുന്നു അല്ലേ? അതിലൊന്നും നാം പോകാതെ ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ വചനത്തിന് മുമ്പിലിരുന്ന് അത്രയും പഠിക്കുവാനായിട്ട് ദൈവം കൃപ തരുന്നു. എല്ലാം ദൈവത്തിന്റെ കൃപയാ. പൗലോസ് പറയുന്ന കൃപയാൽ അത്രേ, എല്ലാം കൃപയാലാ. ഞാൻ ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാൽ അത്രേ ആകുന്നു. എന്നെ കുറിച്ചുള്ള എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായിട്ടും ഇല്ല എന്ന് 1 കൊരിന്ത്യർ 15 നമുക്കും അത്ര മാത്രമേ പറയാനായിട്ടൊക്കത്തുള്ളൂ. നമ്മുടെ വായും നാക്കും അനങ്ങുന്നത് തന്നെ ദൈവത്തിന്റെ കൃപ തന്നെയാണ്. അപ്പം യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം 3 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവന. അപ്പൊ ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ. ഈ ലോകത്തിലെ ജീവിതം അത് ഒരറിവും നിത്യജീവൻ തരുന്നതല്ല. ഈ ലോകത്തിന് അപ്പുറത്തെ കൊണ്ടുപോകുന്നതാണ് ഏക സത്യ ദൈവമായ പിതാവായ ദൈവത്തെയും യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെ അറിയുക എന്നുള്ളത്. കാരണം നമ്മുടെ രക്ഷ തന്നെ ആരംഭിക്കുന്നത് കൃപയാലാണ്. അത് കൃപയാലാണ് എങ്കിൽ തന്നെയും അത് നമ്മൾ പറഞ്ഞ രക്ഷ എങ്ങനെയാ നാം രക്ഷിക്കപ്പെടുന്നത്? ദൈവത്തെ അറിയുന്നത് തന്നെ. അപ്പം നാം സാൽവേഷൻ എന്ന് പറയുന്നത് നാം രക്ഷയിലേക്ക് വരുന്നതും ദൈവത്തെ കുറിച്ചുള്ള അറിവുണ്ടായിട്ട് അറിയുന്നല്ലേ. ആ രക്ഷയിലേക്ക് വരുവാനും നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള അറിവ് വേണം. പക്ഷെ എന്തുകൊണ്ടാ നമ്മള് 2 കൊരിന്ത്യർ 4:6 ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വായിക്കാം. 2 കൊരിന്ത്യർ 4:6 ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ച ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവദേശത്തിന്റെ പരിജ്ഞാനം വിളങ്ങിക്കണം ഞങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശിക്കുക. ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്നാൽ ഒന്നുമില്ലാതിരുന്ന സ്ഥലത്ത് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവം ആ
അതേ ശബ്ദത്താൽ നമ്മളുടെ ഹൃദയങ്ങളിലുള്ള ഇരുട്ടിനെ മാറ്റി നമ്മൾ വെളിച്ചമാക്കി തീർത്തു. അപ്പൊ ആ ദൈവമാണ് ദൈവത്തെ അറിയാൻ. നമ്മൾ ഇരുളിലിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ദൈവത്തെ അറിയുവാനായിട്ട് കഴിയത്തില്ല. ദൈവം നമ്മുടെ ഇരുള് മാറ്റി നമ്മൾ വെളിച്ചം തന്നപ്പോഴാണ് നാം ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായി തീർന്നത്. ഇരുട്ടിലിരിക്കുന്നവർക്ക് ആർക്കും വെളിച്ചത്തെ അറിയുവാനായിട്ട് കഴിയത്തില്ല, ദൈവത്തെ അറിയുവാനായിട്ട് കഴിയത്തില്ല. ആ ദൈവത്തിന്റെ കൃപയാൽ നമ്മളുടെ ഇരുട്ട് മാറ്റി ദൈവം വെളിച്ചം നമ്മൾ പകർന്നു തന്നു. അപ്പം രക്ഷ, സാൽവേഷൻ സ്റ്റാർട്ട് വിത്ത് നോയിങ് ഗോഡ്. നമ്മുടെ രക്ഷ ആരംഭിക്കുന്നത് തന്നെ ദൈവത്തെ അറിഞ്ഞുകൊണ്ടാണ്. അപ്പം കൊലോസ്യ ലേഖനത്തിലെ പൗലോസ് അവര് ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വളർന്നു വരേണം എന്നുള്ള പ്രാർത്ഥനയുണ്ട്. നാം മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ലോകത്തിലെ കാര്യങ്ങൾ പ്രാർത്ഥിക്കും, പൗലോസിന്റെ എല്ലാ പ്രാർത്ഥനയിലും നമുക്ക് ഇതാണ് കാണുന്നത്. കൊലോസ്യർ 1:10 ഞാൻ വായിച്ചു. അവർ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. നിങ്ങൾ 1:10 നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാം വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണം എന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ തന്നെയല്ല, പത്രോസ് അപ്പോസ്തലൻ തന്റെ 2ാമത്തെ ലേഖനം എഴുതി നിർത്തുമ്പോൾ പറയുന്നത് നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരണം. വായിക്കുന്നില്ല, 2 പത്രോസ് 3:18. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരണം. അപ്പൊ ആ പരിജ്ഞാനത്തിൽ വളർന്നാൽ മാത്രമേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ നാം ആയിത്തീരുകയുള്ളൂ. ആ ദൈവത്തിന്റെ പരിജ്ഞാനം മനസ്സിലാക്കിയ പൗലോസിന്റെ സാക്ഷ്യം ഫിലിപ്പി ലേഖനം 3:8 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു. ആ ഒരു പരിജ്ഞാനത്തിൽ വളർന്നു വന്ന പൗലോസ് പറയുകയാണ്. ഞാൻ വായിക്കാം, 3:8. അത്രയുമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. അപ്പം ഈ ലോകത്തിലെ ക്രിസ്തു വളർന്നു വന്നപ്പോൾ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളർന്നു വന്നപ്പോൾ ഈ ലോകത്തുള്ള സകലവും ഛേദമെന്ന് എണ്ണണം. അത് കഴിഞ്ഞിട്ട് എന്നാ പറയുന്നേ? അവനിലിരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയണമെന്നും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ചവറുന്നു. അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ, ദൈവത്തെ അറിഞ്ഞവൻ തന്നെ അറിയുന്നു. അപ്പം നമ്മൾ ആദ്യം വചനമൊക്കെ പഠിച്ചു വരുമ്പം നമ്മൾ പറയും നമുക്കെല്ലാം അറിയാം അല്ലേ? പക്ഷെ കുറെയൊക്കെ പഠിച്ചു വരുമ്പോൾ അറിയുന്ന നമുക്കൊന്നും അറിയത്തില്ലെന്നും നാം ഒന്നുമല്ലെന്നും അറിയുന്നത് പരിജ്ഞാനത്തിൽ വളർന്നു വരുമ്പോഴാണ്. നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്, ഇതെല്ലാം അറിഞ്ഞിട്ട് പറയാം, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളർന്നവൻ പറയാണ്, ഞാന് അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ചവറെന്നെണ്ണുക. നാം ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ്, ദൈവത്തെ അറിഞ്ഞ പൗലോസ് പറയാ, എനിക്ക് ഈ ലോകത്തിൽ ഉള്ളതല്ല, നമ്മളെക്കാളും ഒക്കെ ഉണ്ടായിരുന്ന എല്ലാം ചവറാണ്, ഞാൻ ആ മഹത്വത്തിലെത്തിക്കണം വല്ല വിധേനയും. കാരണം ആ രക്ഷയുടെ മഹത്വം മനസ്സിലായവർക്ക് മാത്രമേ പറയാനൊക്കത്തുള്ളൂ. വല്ല വിധേന എങ്ങനെയെങ്കിലും രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പീൻ എന്നാ പറയുന്നത് അല്ലേ? ആ എങ്ങനെയെങ്കിലും ആ പരിജ്ഞാനത്തിൽ, അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ വാഴുവാനായിട്ട് താൻ ആഗ്രഹിക്കുന്നു. അപ്പൊ കർത്താവ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, കർത്താവ് അല്ലെങ്കിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരാതെ ദൈവത്തെ കുറിച്ച് അറിയുകയില്ല. അതുപോലെ മത്തായി സുവിശേഷം 11:27 കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞതാണ്. അവിടെ ഞാൻ വായിക്കാം, എന്റെ പിതാവ്, മത്തായി സുവിശേഷം 11:27, എന്റെ പിതാവ് സകലവുമെങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രനും
പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നതല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അപ്പം പിതാവിനെ ആരും അറിയുന്നില്ല, പുത്രനെയും ആരും അറിയുന്നില്ല. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അവിടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണം. ഇവിടെ നമ്മൾ അതിനുവേണ്ടി പൗലോസ് പറഞ്ഞ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യുന്നേ. അവര് ദൈവത്തിൽ വളരണം, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വളരണം. അപ്പൊ ഞാൻ പറഞ്ഞത്, ദൈവത്തെക്കുറിച്ച് അറിവിൽ വളരുമ്പോൾ ഈ ലോകത്തിലെ കാര്യങ്ങൾ ഒന്നുമില്ല എന്നും ഞാൻ ആരുമല്ല എന്നും, അതുപോലെ തന്നെ എനിക്ക് ദൈവം വലിയൊരു മഹത്വത്തിലേക്ക് എത്താൻ, ആ തേജസ്കരണത്തിന്റെ പാതയിലേക്ക് എന്നെ നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നും, ഞാൻ ആ പുത്രന് അനുരൂപമായി തീരും എന്നും ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അല്ലെന്നുണ്ടെങ്കിൽ നാം എന്നും ഇന്ന് പൗലോസ് പറയുന്ന പോലെ തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ, ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം പല പ്രസംഗരും ഇപ്പം പറയുന്ന കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നവരും പ്രസംഗിക്കുന്നവരും ഒക്കെ ചുരുക്കമാണ്. നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കും കർത്താവെ വരണമേ എന്നുള്ള? പഴയ നിയമല്ല, ആദ്യകാല വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയിലെല്ലാം ഉണ്ടായിരുന്നു കർത്താവെ വരണമേ എന്ന്. നമ്മൾ എത്ര പേര് കർത്താവെ വരണമേ എന്ന് പ്രാർത്ഥിക്കും? വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞാൽ നാം ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങുന്നവരല്ലേ പ്രാർത്ഥിക്കുന്നത്. ദൈവം നമ്മെ അതിനുവേണ്ടി ആ ഹൃദയ കണ്ണുകളെ തുറക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അത് നാമും അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കണം. പൗലോസ് പറയുകയാണ്, എന്നെ തന്റെ ജനനം മുതൽ നമ്മള് ഗലാത്യലേഖനത്തിലാണല്ലോ 1-ാം അധ്യായത്തിൽ, തന്റെ ജനനം മുതൽ എന്നെ വിളിച്ച് തന്റെ പുത്രനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ സാധിച്ചപ്പോൾ, അപ്പം ദൈവം നമ്മിൽ വെളിപ്പെടണം. അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തിയാൽ മാത്രമേ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വരുവാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നാം എപ്പോഴും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എഫേസസിലെ വിശുദ്ധന്മാരോടും പൗലോസ് പ്രാർത്ഥിച്ചത് പറയുകയാണ് ചെയ്യുന്നത്, എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരോടും പറയുകയാണ്, നിങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഇവിടെ നമ്മൾ കൊലോസ്യലേഖനം 3:14 കാണുന്ന ആത്മാവിലാൽ നിറയപ്പെട്ട ഒരു ഭക്തന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന്. അത് വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. കൊലോസ്യലേഖനം 3:16. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും, ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ വസിക്കട്ടെ. നമ്മൾ അന്യോന്യം സംസാരിക്കുമ്പോൾ നമ്മൾ എന്തോ പറയുന്നത്? അത് ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. ഇവിടെ പറഞ്ഞ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും, ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കണം. അപ്പം നമ്മളിൽ അങ്ങനെ ദൈവം വസിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വളരുമ്പോൾ, നാം ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതവും വ്യത്യാസം വരും. നമ്മെക്കുറിച്ച് നമുക്ക് മനസ്സിലാകും. ഈ ലോകത്തിൽ ഉള്ളതെല്ലാം നമ്മൾ കൊണ്ടുപോകത്തില്ലെന്ന് മനസ്സിലാകും. പിന്നെ എല്ലാം സ്വരൂപിച്ചു കൂട്ടി വെക്കുന്നതും വേണ്ടാന്ന് മനസ്സിലാകും. ഇങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാകും. അപ്പം ദൈവത്തെക്കുറിച്ച് കുറെ നോളജ് നമുക്ക് കിട്ടുന്നത് മാത്രമല്ല, ദൈവത്തെക്കുറിച്ച് നോളജ് നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ജീവിതവും അതിനനുസരിച്ച് രൂപപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. അപ്പം ദൈവത്തെ അറിഞ്ഞവൻ തന്നെ അറിയുന്നു. അപ്പം നമ്മുടെ നോളജ് പ്രാക്ടിക്കലാകണം. നാം ദൈവത്തെക്കുറിച്ച് അറിയുന്നത് അത് പ്രാക്ടിക്കലാകണം. ഇനി അടുത്തത്, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അവർ ദൈവത്തെ കുറിച്ച് അറിയണം. നിങ്ങളുടെ ആത്മാവ്, നിങ്ങൾ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരയണം. എന്നിട്ട് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഇപ്പൊ നമുക്കറിയാം 2 തരത്തിലുള്ള കണ്ണുകളാണുള്ളത്. ഒന്ന് ഈ ലോകത്തിന്റെ കണ്ണ്, ഈ കണ്ണ് അല്ലേ? അപ്പൊ നമ്മൾ ആ കണ്ണുകൊണ്ട് എല്ലാം കാണും, വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാം കാണും അല്ലേ?
അകത്തെ കണ്ണുകൊണ്ടും വേറത്തെ വേണമെന്നോ വേണ്ടത്തോ ഒക്കെ കാണുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങൾ അവന്റെ വിളിയാനുള്ള ആശ അറിയണം. ദൈവത്തിന്റെ വിളിയാനുള്ള ആശ അറിയണമെങ്കിൽ നമ്മളുടെ മനുഷ്യന്റെ കണ്ണു തുറക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലൊക്കെ ആയിരുന്നപ്പോൾ പറഞ്ഞല്ലേ, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവിന് അറിയത്തില്ല കർത്താവിനെ കേൾക്കുന്ന എല്ലാവർക്കും ചെവിയുണ്ടെന്ന്. പക്ഷെ ഏത് ചെവിയാ തുറക്കേണ്ടത്? അകത്തെ ചെവി തുറക്കണം. അകത്തെ ചെവി തുറന്നാൽ മാത്രമേ ദൈവത്തിന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ ഈ ലോകത്തിൽ കാണുന്നതെല്ലാം എന്താ പറയാ, നമ്മളുടെ പുറത്തെ ചെവി ഈ ലോകത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ അകത്തെ ചെവി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയും. ഏലിയാവ് പറഞ്ഞ്, കർത്താവെ നീ ദൈവത്തിന്റെ മൃദുസ്വരം എന്നെ കേൾപ്പിക്കണമെന്നാ പറഞ്ഞ. കാറ്റും എല്ലാം ഉണ്ടായിരുന്നു, അവിടെ കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു, അതിലൊന്നും ദൈവം ഇല്ലായിരുന്നില്ലേ. അപ്പൊ അവിടെ ആ കർത്താവിന്റെ ശബ്ദം കേൾപ്പാനായിട്ട് നമ്മുടെ ആ ഹൃദയ കണ്ണുകൾ തുറക്കണം. ഈ ലോകത്തിന്റെ ശബ്ദം വലിയ ശബ്ദങ്ങളാണ്. അതിൽ നിന്നുപരിയായി ആ മൃദുലമായ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാനായിട്ട് നമ്മുടെ ഹൃദയദൃഷ്ടി ആത്മീയ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. ഈ ലോകത്തിൽ കാണുന്നതെല്ലാം താൽക്കാലികമാണ്, കാണാത്തതാണ് നിത്യം. സങ്കീർത്തനങ്ങൾ 119:18 ഇങ്ങനെ പറയുന്നു, നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. അപ്പം ആ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണണമെങ്കിൽ നമ്മളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ആ ആഴങ്ങളിലേക്ക് കാണുവാനായിട്ട് അപ്പൊ അവരുടെ കണ്ണു തുറക്കണം. അവർക്ക് ദൈവം തന്നിരിക്കുന്നത് എന്താണെന്ന് അവർ അറിയണം. 3 മുതൽ 14 വരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം ദൈവം തന്നിരിക്കുന്നുണ്ട് അല്ലെ. അത് അവരറിയണം. ആ എല്ലാം ദൈവം തന്നിട്ടുണ്ട്, ഈ പറഞ്ഞതെല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ അവര് അതറിയണം. നമ്മള് എന്താ പറയുന്ന ഒരു മാനുണ്ടല്ലോ, കസ്തൂരി മാന് മണമുണ്ടല്ലേ കസ്തൂരി. പക്ഷെ ആ മാൻ ആ മണം തപ്പി പോവുക. പക്ഷെ തന്നിലാണ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെയാണ് നമ്മളിലും ഈ ശക്തിയൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മള് അത് ശക്തി ലഭിക്കാൻ വേണ്ടി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ പറയുകയാണ്, നിങ്ങൾ അറിയണം, നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നിട്ട് കർത്താവിന്റെ ആ വിളിയാനുള്ള ആശയൊക്കെ നിങ്ങളൊന്ന് അറിയണം. പഴയ നിയമത്തിലെ വിശുദ്ധന്മാര് എബ്രായലേഖനം 11 പറയുന്നുണ്ട്, അവരെല്ലാവരും ആ കണ്ണുകൾ ഈ ലോകത്തിലെ കാര്യങ്ങളെ അല്ല, അവർക്ക് കുറച്ചൊക്കെ കൊടുത്തായിരുന്നു. പക്ഷെ എങ്കിലും അവരാ ദൈവം ശില്പിയായുള്ളതും ആ അടിസ്ഥാനമുള്ളതുമായ ഒരു വിശുദ്ധ നഗരത്തിന് വേണ്ടി അവര് കാത്തിരുന്നു അല്ലെ. അവര് എല്ലാവരും നിവർത്തി പ്രാപിക്കാതെ അവരും ആ ദൂരത്തുനിന്ന് അത് കണ്ട് അവർക്ക് കിട്ടിയെന്നവരെ വിശ്വസിക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മൾക്കാണെങ്കിൽ അതിനേക്കാളും വലിയ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലിരുന്നുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പറഞ്ഞു തരികയാണ് ചെയ്തത്. നമുക്ക് എന്തുണ്ട് ക്രിസ്തുവിൽ, അതെല്ലാം നാം മനസ്സിലാക്കണം. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഇരുന്ന് നമുക്ക് വേണ്ടി ആ ഒരു പക്ഷപാതമൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കും. പക്ഷെ നമ്മളും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ദേവദാസൻ പറഞ്ഞു, ഞരങ്ങി ഒരു പഴയകാലത്തെ ഒരു പാട്ടില്ലേ, ഞരങ്ങി ഞങ്ങളിൽ പേർക്കായി ഇരുന്നിടുന്നവനെ. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇരുന്ന് ഞരങ്ങുക, നമ്മള് ദൈവത്തെ കുറിച്ച് അറിയേണ്ടതിനു വേണ്ടിയിട്ട്. അപ്പൊ നമ്മളുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമ്മി ലോകത്തിലുണ്ട്. അതൊന്നും ഈ ദൈവത്തിന്റെ കാര്യങ്ങളെ കാണാതെ വണ്ണം ഈ ലോകത്തിന്റെ പല കാര്യങ്ങളും നമ്മുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. അത് തുറന്നിട്ട് നാം ആ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് ദൈവത്തിന്റെ വലിയ കാര്യങ്ങള് നാം കാണണം. റെവലേഷനിൽ നമുക്കറിയാം ഞാൻ ഒത്തിരി വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പകുതിയും വിട്ടുപോവുകയാണ്, കാരണം എനിക്കത് തീർക്കണം ഈ ക്ലാസ്സിൽ. അപ്പം ലവോദിക്ക സഭയോട് അത് വായിച്ചു പോകാം. ലവോദിക്ക സഭയ്ക്ക് ദൂത് പറയുമ്പോൾ, വെളിപ്പാടില് 7 സഭകൾക്കുള്ള ദൂത് പറയുമ്പോൾ ലവോദിക്ക സഭയോട് പറയുന്നുണ്ട് 3:18, വെളിപ്പാട് 3:18 അവരോട് പറയുകയാണ്, നിങ്ങൾ സമ്പന്നരാകേണ്ടതിന്, അവര് സമ്പന്നരാണെന്നാ വിചാരിച്ചിരിക്കുന്നത്, നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. അപ്പം അവർക്ക്
അവർക്കില്ലാത്ത കാര്യത്തെക്കുറിച്ചുള്ള സമ്പന്നതയാ അവരല്ല. ഈ ലോകത്തിന്റെ സമ്പന്നതയിൽ അവർ പ്രശംസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ്, നിങ്ങളത് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. നിന്റെ കണ്ണിൽ എഴുതാൻ ലേപം എന്നോട് വാങ്ങിക്കാന്. നമുക്ക് എത്ര ലേപനം വാങ്ങിക്കണം അപ്പൊ അല്ലെ? അപ്പം നമ്മളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണം. ദൈവത്തിന്റെ അത്ഭുത കാര്യങ്ങളെ അത്ഭുത കാര്യങ്ങളെ കാണാൻ നമ്മുടെ ഹൃദയദൃഷ്ടി തുറക്കണം. ദൈവമാണ് തുറന്നു തരുന്നത് എങ്കിലും നമുക്ക് അതിനേക്കുള്ള ഒരു പ്രാർത്ഥനയും ഒരു ആകാംക്ഷയും വേണം. അപ്പോസ്തല പ്രവൃത്തി 26:18 പറയുന്നുണ്ട്, കാരണം ദൈവത്താലാണ് കണ്ണ് തുറക്കുന്നത്. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 26:18. പൗലോസ് അപ്പോസ്തലൻ സാക്ഷ്യമാണ്. ജാതികളോട് സുവിശേഷം അറിയിക്കുന്നതിനെ കുറിച്ചും വേണ്ടിയാണ് തന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടുള്ള സാക്ഷ്യമാണ്. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇന്നെ അവരുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ദൈവമാണ് കണ്ണ് തുറക്കുന്നത്. ദൈവത്തിന്റെ ദാസന്മാരെ അല്ലെങ്കിൽ വിശ്വസ്തന്മാരെ ദൈവം അതിനു വേണ്ടി ഉപയോഗിക്കുന്നു. കണ്ണ് തുറക്കുന്നത് ദൈവമാണ്. അപ്പം ദൈവം കണ്ണ് തുറക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിന്റെ അറിവിനാൽ മനസ്സിലാകാത്ത ദൈവത്തിന്റെ അത്ഭുത കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ദൈവം നമ്മൾക്ക് കൃപ തരുന്നു. അപ്പൊ ദൈവം നമ്മുടെ കണ്ണ് തുറക്കുമ്പോൾ മാനുഷികമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളെ നാം ഗ്രഹിക്കുന്നു. അപ്പൊ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരണം. ദൈവം നമ്മിൽ വെച്ചിരിക്കുന്ന നിക്ഷേപങ്ങളെ കുറിച്ച് നാം അറിയുവാനായിട്ട് കഴിയും. ദൈവത്തെ കുറിച്ച് അറിയുക എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് റെവലേഷൻ ആണ്. നമ്മൾ ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ ദൈവത്തെ മുഴുവനായി അറിയുകയൊന്നുമില്ല. നമ്മൾ ഓരോ ദിവസവുമാണ് ദൈവം തന്നെ കുറിച്ച്, കാരണം ദൈവത്തെ കുറിച്ച് ആർക്കും മനസ്സിലാക്കുവാൻ കഴിയത്തില്ല പൂർണ്ണമായിട്ടും. നമ്മളൊരു ശകലങ്ങാണം ഒന്ന് മനസ്സിലാക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ആ അറിവ് നമ്മൾ ഓരോ ദിവസവും ദൈവം പകർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മളിൽ എങ്ങനെയാ അത് വളരുന്നത്? ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള അറിവ് പകരുന്നത്. അല്ലാതെ ഈ ലോകത്തിന്റെ കാര്യങ്ങളെയൊക്കെ നോക്കുമ്പോൾ, ലോകത്തെ നോക്കുമ്പോൾ, അതിലെ സൃഷ്ടികളെയൊക്കെ നോക്കുമ്പോൾ സൃഷ്ടിതാവായ ദൈവം ഉണ്ടെന്നേ മനസ്സിലാകത്തുള്ളൂ. പക്ഷേ ഈ ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് നമ്മളുടെ ദൈവം എങ്ങനെയാണെന്നും എങ്ങനെയുള്ളവനാണെന്നും ആ ദൈവത്തിൽ എന്തൊക്കെ ഉണ്ടെന്നും നമ്മുടെ ദൈവം എന്തൊക്കെ നിക്ഷേപിച്ചിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വചനത്തിൽ നിന്ന് മാത്രമാണ്. അത് നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവത്തിന്റെ ആഴങ്ങളെ ഓരോ ദിവസവും ആ പരിജ്ഞാനത്തിൽ വളരുവാൻ നമ്മെ പ്രാപ്തരാക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ശമരിയാക്കാരത്തിൽ ഞാൻ പ്രോഗ്രസീവ് റെവലേഷൻ ആണെന്ന് പറയുന്നത് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം എടുക്കട്ടെ, ഞാൻ വായിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലാണല്ലോ ശമരിയാക്കാരി സ്ത്രീയുടെ ആ ഒരു സംഭവം പറയുന്നത്. കഥയെന്ന് പറയാം. ആ ഒരു യേശുവിന്റെ സംഭാഷണം നമ്മൾ കാണുന്നത്. അപ്പം ആദ്യം യേശുവിനെ കണ്ടപ്പോൾ ആ ശമരിയ സ്ത്രീ പറയുന്ന, നീ ഒരു യഹൂദനാന്നാ പറയുന്നത് അല്ലേ? അത് 4:9 പറയുന്നത്, നീ ഒരു യഹൂദനാന്ന് പറയുന്നു. 4:10 കുറച്ചുകൂടെ സംഭാഷണം പുരോഗമിച്ചപ്പോൾ പറയുന്നു, നീ യജമാനനാണെന്ന് പറയുന്നുണ്ട്. 19 കുറച്ചുകൂടെ അവരുടെ സംഭാഷണം പുരോഗമിച്ചപ്പോൾ പറയുന്നു, നീ പ്രവാചകനാണെന്ന് പറയുന്നു. 4:25 വരുമ്പോൾ നീ മശിഹയാണെന്ന് പറയുന്നു. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുക ദൈവത്തിന്റെ കുഞ്ഞാണ്. ഒരു മശിഹ വരും. അവർക്കറിയാം അവള് ശമരിയക്കാരിയാണ്. അവള് എന്താ പറഞ്ഞ ഇസ്രായേൽ പൗരത്വമുള്ളവളാണ്. അവൾക്കറിയാം ശമരിയ എന്താ പറയുന്നത് യഹൂദ ശമരിയയിലുള്ളവർ സങ്കരജാതി ആണെങ്കിൽ അവർക്ക് ന്യായപ്രമാണമുണ്ട്. അവരൊരു മശിക കാത്തിരിക്കുന്നുണ്ട്. അപ്പം ആ വരുവാനുള്ള മശികയാണെന്ന് അവൾക്ക് മനസ്സിലാകുവാനേ കഴിഞ്ഞു. അത്രയും അറിഞ്ഞപ്പോൾ ശമരിയക്കാരി എന്താ ചെയ്യുന്നത്? അവൾ അവിടെ എന്തിനാ വന്നിരിക്കുന്നത് പോലും അവള് മറന്നുപോയി. അവള് കുടിപ്പാൻ വെള്ളം കോരാൻ കൊണ്ടുവന്ന പാത്രം ഇട്ടേച്ച് അവള് പട്ടണത്തിലേക്ക് ഓടി. എന്നിട്ട് എന്താ ചെയ്തേ? അവിടെ പോയിട്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞു, വന്ന് കാൺമീൻ എല്ലാവരും വാ. എന്നിട്ട് വന്നോ? വന്നു. നമ്മൾ വിളിച്ച എത്ര പേര് വരും? ആ പട്ടണം മുഴുവനും വന്നെന്നാ പറയുന്നത്. എന്നിട്ട് അവര് പറഞ്ഞു, നീ ഇനി പറയുന്ന അറിവൊന്നുമല്ല, ഞങ്ങള് അവന്റെ അടുക്കലിരുന്ന് പഠിച്ചോളാന്ന്. 2 ദിവസം കൂടെ കർത്താവ് അവിടെ പാർത്തെന്നാ പറയുന്നത് അല്ലേ? അപ്പൊ എന്തൊരറിവായിരുന്നത്! ആദ്യ യഹൂദനെന്ന് പറഞ്ഞു, പിന്നെ യജമാനൻ എന്ന് പറഞ്ഞു, പിന്നെ പ്രവാചകൻ എന്ന് പറഞ്ഞു, പിന്നെ മശിഹായ എന്ന് പറഞ്ഞു. മശിഹായ അറിഞ്ഞ അവൾ നിന്നോ?
ഒറ്റ ഓട്ടമായിരുന്നു കൊടുത്തതല്ലേ. ഉച്ച നേരത്ത് ആരും കാണാത്ത സമയത്ത് വെള്ളം കോരാണ്ട് വന്നവള് ഉച്ചയും നോക്കിയില്ല, ഒന്നും നോക്കിയില്ല, ഒറ്റ ഓട്ടം ഓടി പട്ടണത്തിലോട്ട് ഓടുമായിരുന്നു അല്ലേ. അതാണ് ദൈവത്തിലുള്ള പരിജ്ഞാനം എന്ന് പറയുന്നത്. ദൈവത്തെ അറിയണം. അപ്പൊ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അത് നമ്മുടെ ബുദ്ധി കൊണ്ടല്ല അറിയുന്നത്, ദൈവം നമ്മുടെ കണ്ണ് തുറന്ന് പറയണം. നമ്മുടെ 2 കൊരിന്ത്യർ 3:3 ഇങ്ങനെ പറയുന്നുണ്ട്, അത് മഷി കൊണ്ടൊന്നും അല്ല എഴുതിയത്, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിൽ എവിടെ എഴുതിയേക്കെ, നമ്മുടെ മാംസപ്പലക, ഹൃദയം എന്ന മാംസപ്പലകയിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ദൈവത്തെ കുറിച്ച് അറിവ് എവിടെ ഉണ്ട്? തലയിലുണ്ട്. അത് ഹൃദയത്തിൽ ഇറങ്ങി വരണം. ഞാൻ 2 ചാൺ കൂടെ താഴോട്ട് ഇങ്ങോട്ട് മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി. നമുക്കറിയാം ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞിന്റെ പ്രാർത്ഥനയാണ്. അപ്പൻ പ്രാർത്ഥിക്കുക, ബുദ്ധിയിലാ പ്രാർത്ഥിക്കുന്ന പറയണ. ആ ബുദ്ധിയിലുള്ള പ്രാർത്ഥന, അപ്പന്റെ പ്രാർത്ഥന, കൊച്ചിന്റെ പ്രാർത്ഥന എങ്ങനെയാണ്? അപ്പന്റെ പ്രാർത്ഥന 2 ചാണും കൂടെ താഴോട്ട് ഇറക്കണേ കർത്താവേന്ന്. അത് ബുദ്ധിയിലുള്ള പ്രാർത്ഥന, അത് വേണ്ട ഹൃദയത്തിന്റെ അകത്തുനിന്ന് അപ്പന്റെ പ്രാർത്ഥന വരണമെന്ന്. അപ്പം നമ്മുടെ ആ ബുദ്ധിയിലിരിക്കുന്ന എല്ലാം ഹൃദയത്തിനകത്തോട്ട് വരണം. 3:3 2 കൊരിന്ത്യർ 3:3 ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഉണ്ടായ ക്രിസ്തുവിന്റെ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ, അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ, കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസൽപ്പലയിൽ തന്നെ എഴുതിയിരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഹൃദയദൃഷ്ടി, ആ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. പലർക്കും ഇപ്പോൾ ദൈവവചനം വായിക്കുന്ന വിശ്വാസികൾ എന്ന് പറയുന്നവർക്കും ഈ പുസ്തകം വെളുത്ത പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് എഴുതിയിരിക്കുന്ന, പക്ഷേ നമുക്കതാണോ? ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്, നമുക്ക് ജീവനാണ്, നമുക്ക് ചൈതന്യമാണ്, നമുക്ക് തേനിലേക്കാൾ മധുരമാണ് ഈ ദൈവത്തിന്റെ വചനം. നമ്മൾ ആ ദൈവത്തിനെ കുറിച്ച് അറിഞ്ഞ് വളർന്നു വരണം. അപ്പൊ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത് ബുദ്ധിയിലുള്ളത് ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണം. അപ്പം നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അപ്പൊ അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവരെന്തൊക്കെ അറിയണം? അവന്റെ വിളി, 18ാമത്തെ വാക്യം, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയണം. അപ്പം ആദ്യം നമ്മൾ ഇതിനകത്ത് 3 കാര്യങ്ങളാ പറയുന്നത്. ആദ്യം ഒന്ന് പറഞ്ഞ ദൈവത്തെ കുറിച്ച് അറിയണം, രണ്ടാമത്തെ അവന്റെ വിളിയാലുള്ള ആശ ഇന്നത് അറിയണം, ഹോപ്പ് ഓഫ് ഹിസ് കോളിങ്. അപ്പം നമ്മെ ദൈവം വിളിക്കുമ്പോൾ നമ്മെ വിളിക്കുന്ന വിളിയിൽ ഒരു ആശയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. നമ്മൾ ദൈവത്തിന്റെ വിളി, വിശുദ്ധ വിളി, സ്വർഗീയ വിളി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മെ ആ വിളിയാൽ ദൈവം വിളിക്കുമ്പോൾ ആ വിളിയിൽ ഒരു പ്രത്യാശയുണ്ട്. അപ്പൊ ദൈവത്തെ അറിഞ്ഞവർ ദൈവം വിളിക്കുന്ന ആ വിളിയെ കുറിച്ചും അറിയാം. അപ്പൊ നമ്മെ വിളിച്ചപ്പോൾ അമ്മേ ആ ഒരു പ്രത്യാശ എന്താ? നമ്മെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നമ്മെ വിളിച്ചു. ഒരേ ഒരു പ്രത്യാശയേ ഉള്ളൂ. എന്താ പ്രത്യാശ? അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് നാം അനുരൂപരായി തീരണം. ദൈവത്തിന് നമ്മെ കുറിച്ച് ഒറ്റ പ്ലാൻ മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കണം. അപ്പൊ ആ കർത്താവിന്റെ ദൈവം നമ്മെ വിളിച്ചപ്പോൾ ആ വെളിയിൽ ഒരു പ്രത്യാശയുണ്ട്. അതെന്താണ്? നാം ഇവിടെ അവർക്കറിയാം, ഇവർക്ക് ഇതെല്ലാം ലഭിച്ചിട്ടുണ്ടെന്ന് അറിയാം, ആ വെളിയിലൊരു ആശയുണ്ടെന്നൊക്കെ അറിയാം. പക്ഷെ ഇവർക്ക് അതൊന്നും നല്ലോണം മനസ്സിലാകുന്നില്ല. അത് നമ്മുടെ പലരുടെയും അല്ലെങ്കിൽ വിശ്വാസികളുടെയൊക്കെ ജീവിതം നോക്കിക്കഴിഞ്ഞാല് ആ ദൈവത്തിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുന്ന വിളിയിലാണോ ഇപ്പൊ ആയിരിക്കുന്നത് നമ്മുടെ ജീവിതമൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഈ ലോകത്തിലെ കുറിച്ച് ഏതൊക്കെ ആകണോ എന്നൊക്കെയല്ലേ നമ്മുടെ ആശ ഇപ്പം. അപ്പൊ അതെല്ലാം മാറിയിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ആശയിലേക്ക് നാം ആയിത്തീരണം. അപ്പൊ നാം ദൈവത്തിന്റെ പ്രത്യാശ, ദൈവദൈവത്തിന്റെ പ്രത്യാശ, ഇവിടെ റോമാലേഖനം 5:2 പറയുന്നു, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസ പ്രവേശനം ലഭിച്ചു. നാം ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നമുക്കൊരു പ്രത്യാശയുണ്ട്, അത് ദൈവത്തിന്റെ തേജസ്സോട് നാം പുത്രന്റെ തേജസ്സിന് അനുരൂപമായി നാം തീരും എന്നാണ് നമ്മെ കുറിച്ചുള്ള പ്രത്യാശ. അപ്പം നമ്മള് റോമാലേഖനം ഒത്തിരി വാക്യങ്ങൾ വായിച്ചതാ, ഞാൻ അധികം ഒന്നും പറയുന്നില്ല കാരണം സമയം പോകുന്നുണ്ട്, പറഞ്ഞു പോകാം. 8:24 ഇങ്ങനെ പറയുന്നുണ്ട്, പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെടുന്നത്. പ്രത്യാശയോ കാണുന്ന പ്രത്യാശയല്ല. അവ നാം കാണാത്തൊരു പ്രത്യാശ. ഇപ്പം നാം അത് കാണുന്നില്ല. നാം കൺവീനം ദൈവമക്കളിൽ നിന്ന് വിളിക്കപ്പെടുവാൻ ദൈവം പിതാവ് നമുക്ക് വലിയൊരു സ്നേഹം തന്നിരിക്കുന്നു. നാം ക്രിസ്തുവിനെ
അതുപോലെ ആകും എന്നുള്ള പ്രത്യാശ. ആ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് നാം ക്ഷമയോടെ അതിനുവേണ്ടി കാത്തിരിക്കണം. ആ നമ്മെ വിളിച്ച വിളിയിൽ ഒരു ആശയുണ്ട്, നാം അതുപോലെ ആയിത്തീരണം. 8:20 റോമലേഖനം 8:29 പറയുന്നുണ്ട്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രന് അനേകം സഹോദരങ്ങളിൽ ആദ്യജാതനാകേണ്ടതിന്, വിളിച്ചേക്കുന്നത് അല്ലേ, അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ നമ്മെ തിരഞ്ഞെടുത്തപ്പോഴും മുൻ നിയമിച്ചപ്പോഴും ആ ഒരു വിളിച്ചപ്പോഴും ഒക്കെ ദൈവത്തിന് ഒരേ ഒരാശയം ഉള്ളായിരുന്നു, നാം അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകണം. അങ്ങനെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. 2 കൊരിന്ത്യർ 3:18 ഇങ്ങനെ പറയുന്നുണ്ട്, നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവന്റെ പ്രതിരൂപമായി രൂപാന്തരപ്പെടുന്നു. ഞാൻ വായിക്കാം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്തെ കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ രൂപമായി പ്രതിമയായി രൂപാന്തരപ്പെടുന്ന ക്രിസ്തുവിന്റെ അതേ രൂപമായി വെളിപ്പെടണം. അതാണ് നമ്മെ കുറിച്ചുള്ള ആശ. അപ്പൊ നമ്മള് 1 യോഹന്നാനിലെ 3:2 പറയുന്നുണ്ട്, കർത്താവ് ഇരിക്കുന്നത് പോലെ നാം ആയിത്തീരും, അവന്റെ പുത്രന്റെ സാദൃശ്യത്തോട് നാം ആയിത്തീരും. എന്നിട്ട് 3:3 ഇങ്ങനെ പറയുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ളവർ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പൊ ചിലപ്പോ എഫേസോസിലെ വിശുദ്ധന്മാരുടെ ജീവിതം കണ്ടിട്ടായിരിക്കും പറയുന്നത്, നിങ്ങളുടെ ജീവിതം കണ്ടപ്പോ നിങ്ങളുടെ വിളിയുള്ള ഒരു ആശ ദൈവം വെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല, നമ്മെ കുറിച്ചും അങ്ങനെ ആയിരിക്കും പലരും പറയുന്നത് അല്ലേ. ആ ആശയൊന്നും അറിയത്തില്ല. അവനിൽ ഈ പ്രത്യാശ ഉള്ളവൻ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഈ പ്രത്യാശ നൽകുന്നതാരാ? ദൈവമാണ് നമ്മൾ ഈ പ്രത്യാശ നൽകുന്നത്. റോമലേഖനം 15:13 എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ പ്രത്യാശയിൽ വർദ്ധിച്ചു വരണം. ഏത് പ്രത്യാശയിൽ വർദ്ധിച്ചു വരണം? അവന്റെ പുത്രന് അനുരൂപമായി തീരാമെന്ന പ്രത്യാശ. നമ്മെ ദൈവം വിളിച്ചപ്പോൾ തന്നെ ആ വിളിയിൽ ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ എന്ന് പറയുന്നത് തന്റെ പുത്രനോട് അനുരൂപമാകാനുള്ള പ്രത്യാശയാണ്. ആ പ്രത്യാശയിൽ നാം വളർന്നു വരേണം. ആ പ്രത്യാശ നമുക്ക് നൽകുന്നത് ദൈവം തന്നെയാണ്. ഇവിടെ പറയുകയാണ്, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവര് ആ ദൈവത്തിന്റെ വെളിയിലുള്ള പ്രത്യാശ അറിയണം. അങ്ങനെ അറിഞ്ഞിട്ട് അവരുടെ ജീവിതത്തിൽ അവർക്കത് വെളിപ്പെട്ട് വരണം. അവരുടെ ജീവിതം കണ്ടിട്ട് ചിലപ്പോൾ ആ പ്രത്യാശ അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കുന്നു അവരോട് പറയുന്നത്, അവരുടെ ആ രീതിയിലേക്ക് അവർ ആയിത്തീരണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിലെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവേ നീ എനിക്ക് നൽകിയിരിക്കുന്ന മഹത്വം അവർ കാണണം, അവർ അത് കണ്ടിട്ട് അവരും എന്നെ പോലെയാകണം. അവൻ കർത്താവിന് അനുരൂപമായി നാം തീരണം. അതാണ് ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയും അങ്ങനെ തന്നെയാ. സകല വിശുദ്ധന്മാരും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ദൈവത്തെ അറിഞ്ഞവരുടെയൊക്കെ പ്രാർത്ഥന, നാം ആരായി തീരണം? നാം ക്രിസ്തുവിന് അനുരൂപമായി തീരണം. അപ്പൊ നമ്മളുടെ പ്രാർത്ഥനയ്ക്കും വ്യത്യാസം വരണം. നാം എന്തായി തീരണം? ഈ ലോകത്തിൽ വല്ലവരുമായി തീരുകയല്ല ചെയ്യുന്നത്, നാം ക്രിസ്തുവിന് അനുരൂപമായി തീരണം. നമ്മെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നമ്മെ വിളിച്ചു എന്ന് പറഞ്ഞതുപോലെ ആ ഒരേ പ്രത്യാശയിലേക്ക്, ദൈവത്തിന്റെ പ്രത്യാശ നമ്മുടെ പ്രത്യാശയുമായി തീരണം. അങ്ങനെയല്ലേ ദൈവത്തെ അറിയുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എന്തായിത്തീരണം? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാം ക്രിസ്തുവിന് അനുരൂപമായി തീരണം, നമ്മെ അതുപോലെ ആക്കി തീർക്കണം. അപ്പൊ നമ്മുടെ പ്രാർത്ഥന ഈ ലോകത്തിൽ വല്ലതും ആകണമെങ്കിൽ, പക്ഷേ ദൈവത്തിന്റെ പ്രാർത്ഥന നമ്മൾ അങ്ങനെ ആയിത്തീരണം. അതുപോലെ നമ്മുടെ പ്രാർത്ഥനയും അങ്ങനെയായി തീരണം അല്ലേ? നമ്മുടെ പ്രാർത്ഥനയും നാം ക്രിസ്തുവിന് അനുരൂപമായി ആയിത്തീരണം. എഫെസ്യർ ലേഖനം 4-ാം അധ്യായത്തില് ഇവിടെ പറയുന്നു,
നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നിങ്ങൾ നടക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിളിച്ചപ്പോ ഒരു പ്രത്യാശയ്ക്കായി വിളിച്ചത്. ആ വിളിക്ക് യോഗ്യമാവണ്ണം നിങ്ങൾ നടക്കണം. വായിക്കാം, ഞാൻ എങ്ങും എത്തത്തില്ലെന്ന് തോന്നുന്നുണ്ട്, കാരണം അപ്പൊ ഇത് നമുക്ക് പഠിച്ചു പോകാം. എഫെസ്യ ലേഖനം 4:1. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്. കർത്തൃസേവ നിമിത്തം കർത്തുവിന്റെ ബദ്ധനായിട്ടിരിക്കുക, ഞാൻ ചങ്ങലയിലായിരിക്കുക, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. എന്തിനാ? നിങ്ങളുടെ ചങ്ങല മാറാനല്ല, എന്റെ ചങ്ങല മാറാനല്ല, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം. നിങ്ങളെ വിളിച്ചപ്പോൾ വിളിയിലൊരു ഹോപ്പുണ്ട് അല്ലേ, ആ ഒരു പ്രത്യാശയുണ്ട്. അതിന് പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. അപ്പം നമ്മെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരണം അല്ലെ. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ പരിജ്ഞാനം നമ്മൾക്കുണ്ട് എന്ന് മനസ്സിലാകും നമ്മുടെ പ്രവൃത്തിയില അല്ലെ. അപ്പൊ പ്രവൃത്തി എങ്ങനെ വരണം? പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. കാരണം ദൈവമാണ് ആത്മാവിനെ നമ്മൾ തന്നിരിക്കുന്നത്. ആത്മാവിന്റെ ഐക്യത എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലെ അംഗങ്ങളെല്ലാം ഒന്നിച്ചു ചേർമ്പോൾ എല്ലാവരെയും നടത്തുന്ന ഒരേ ആത്മാവാകുമ്പോൾ എല്ലാവരിലും ഐക്യത ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി, നിങ്ങൾക്ക് ഒരു പ്രത്യാശയുള്ളായിരുന്നു, ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ. ശരീരം ഒന്ന് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് ഒരു ശരീരമേ ഉള്ളൂ. നമുക്ക് പല സഭകളുണ്ടല്ലേ, പല ഡിനോമിനേഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. യൂണിവേഴ്സൽ ചർച്ച് ഒന്ന് മാത്രമേ ഉള്ളൂ. ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, പരിശുദ്ധാത്മാവ് ഒന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് ഒരുവനേ ഉള്ളു. വിശ്വാസം ഒന്ന്, എല്ലാവർക്കും പല വിശ്വാസങ്ങളുണ്ട് അല്ലേ. ഒരേ ഒരു വിശ്വാസമേ ഉള്ളൂ, ക്രിസ്തുവിലുള്ള വിശ്വാസം. സ്നാനം ഒന്ന്, പല സ്നാനങ്ങളുണ്ട്, എല്ലാം ഒന്ന് മാത്രമേ ഉള്ളു. എല്ലാവർക്കും മീതെ ഉള്ളവനെയും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്ന എല്ലാവരും ഇരിക്കും. എല്ലാവർക്കും പിതാവുമായവൻ ഒന്ന്, ദൈവവും ഒരുവൻ. അപ്പൊ എല്ലാം ഒന്നേ ഉള്ളൂ. ദൈവത്തിന്റെ ശരീരമാകുന്ന സഭയും ഒന്നേ ഉള്ളൂ. ആ സ്വർഗത്തിൽ ചെയ്യുമ്പം അവിടെ മർത്തോമക്കാരനോ യാക്കോബക്കാരനോ പെന്തക്കോസുകാരനോ ഒന്നുമില്ല. അവിടെ ഒരാളേ ഉള്ളൂ, ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാകുന്ന സഭ. അവിടെ വർണ്ണവർഗ വിവേചനങ്ങൾ, ആൺപെണ്ണ് വ്യത്യാസങ്ങൾ ഒന്നുമില്ല. ഇവിടെ എല്ലാത്തിലും വ്യത്യാസമുള്ളതല്ലേ, അവിടെ ഒരു വ്യത്യാസവുമില്ല. അപ്പൊ നമ്മെ എല്ലാവരെയും ദൈവം വിളിച്ചത് ഒരേ പ്രത്യാശയ്ക്കായാണ് വിളിച്ചത്. അത് ക്രിസ്തുവിന് അനുരൂപമാകുന്ന ഒരേ പ്രത്യാശ മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടി നാം പ്രാർത്ഥിക്കണം. നാം അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പം ആ എഫെസോസിലെ വിശുദ്ധന്മാര് ആ കർത്താവിന്റെ അനുരൂപമായി തീരണം. അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങളൊരു പ്രത്യാശ വെച്ചിട്ടുണ്ട് ദൈവം. അവരുടെ നടപ്പ് കണ്ട ആ പ്രത്യാശയിലേക്ക് അവർ പോകുന്നെന്ന് അവർക്ക് ആ പ്രത്യാശ ഉണ്ടെന്നും അറിയത്തില്ല. അങ്ങനെ അവർക്കൊരു പ്രത്യാശ ഉണ്ടെന്ന് അവര് മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നറിയണം. അപ്പം വിശുദ്ധന്മാരിൽ, അവിടെ എഫെസോസിലെ വിശുദ്ധന്മാരിൽ നമ്മിൽ ഓരോരുത്തരിലും നമ്മിൽ ദൈവത്തിന്റെ അവകാശം എന്താണെന്ന് അറിയണം. നമ്മൾ ദൈവത്തിന്റെ സമ്പത്ത് നിക്ഷേപിച്ചിരിക്കുന്നു ദൈവം. ആ സമ്പത്ത് നമ്മൾ അറിയണം. അതറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ദൈവത്തെ പറ്റിയും നാം ദൈവത്തിന് ആരാണെന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾക്ക് ക്രിസ്തുവിൽ ഒരു അവകാശമുണ്ട് എന്ന് പറയുന്നുണ്ട്. നാം ക്രിസ്തുവിന്റെ അവകാശമാണെന്ന് 1:14 പറയുന്നുണ്ട്. അതുപോലെ നമ്മിലും ദൈവത്തിന് ഒരു അവകാശമുണ്ട്. അപ്പൊ ആ അവകാശം നാം അറിയണം. ആ അവകാശം
കാരണം ദൈവം നമ്മിൽ ഒരു നിക്ഷേപം ഉണ്ടാക്കിയിരിക്കുന്നു. കാരണം ഇവിടെ പറയുന്നുണ്ട് riches of glory of his inheritance. അപ്പൊ നമ്മിൽ ഒരു നിക്ഷേപമുണ്ട്. വെറുതെ അല്ല ദൈവം നമ്മിൽ നിക്ഷേപിച്ചത്. നമ്മെ ഒരു വില കൊടുത്ത്, ഒരു മുതൽ കൊടുത്ത ദൈവം വാങ്ങിയത്. ഒരു വലിയ മുതൽ മുടക്കിയ ദൈവം വാങ്ങിയത്. തൻ്റെ പുത്രനെ ആണ് നമുക്ക് വേണ്ടി നമ്മുടെ ജീവനു വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം വില കൊടുത്ത്, പുത്രന്റെ ജീവനാണ്, പുത്രന്റെ രക്തത്താലാണ് നമ്മെ വിളിച്ചത്, അല്ലെ നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. നമ്മുടെ രക്ഷയുടെ വില എന്ന് പറയുന്നത് പുത്രന്റെ ജീവനാണ്. അപ്പം ആ ഒരു വലിയ നിക്ഷേപമാണ് ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ആ നിക്ഷേപം നാം അറിയണം. ഇന്നും ദൈവം നാം നിക്ഷേപിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നാം പഠിച്ചതുപോലെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ നാം വളർന്നു വരണം. കോപപാത്രങ്ങളായ നമ്മെ കരുണാപാത്രങ്ങളാക്കി തീർത്ത ദൈവം ഒരു വലിയൊരു നിക്ഷേപിച്ചിരിക്കുകയാണ്. ദൈവം നമ്മെ സ്നേഹം പകർന്നു തന്നു. റിച്ചസ് ഓഫ് ഹിസ് ലവ്, ആ ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ പകർന്നു തന്നു. പിന്നെ അതുപോലെ ദൈവത്തിന്റെ പരിജ്ഞാനം നമ്മിൽ പകർന്നു തന്നു. റിച്ചസ് ഓഫ് ഹിസ് വിസ്ഡം, ആ ഒരു പരിജ്ഞാനം, ദൈവത്തെ അറിയാൻ ഓരോ ദിവസവും നമ്മെ പരിജ്ഞാനത്താൽ ദൈവം നിറച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ റോമാലേഖനം പറയുന്നത് പോലെ റിച്ചസ് ഓഫ് ഹിസ് സഫറിങ്, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. പൗലോസ് പറയുന്ന ഭാഷയല്ലേ, അവന്റെ കഷ്ടങ്ങൾ നാം അറിയണം. നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടത്. അപ്പൊ ആ തേജസ്കരിക്കപ്പെടാൻ നാം, കഷ്ടം അനുഭവിപ്പാൻ നാം ഒരുക്കമല്ല എങ്കിൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടുവാനും നമുക്ക് അവകാശമില്ല. അപ്പം ദൈവം തൻ്റെ സ്നേഹം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പരിജ്ഞാനം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അവന്റെ കഷ്ടാനുഭവങ്ങൾ ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. റോമാലേഖനം 8:17, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ തന്നെ. അപ്പൊ ഈ ദൈവം തന്റെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മൾ തന്നപ്പോൾ അതിന് കഷ്ടത എന്ന ആ പാക്കേജിനകത്ത് കഷ്ടത കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നാം അവിടെ ആയിത്തീരുകയില്ല. അതുകൊണ്ട് നമ്മള് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് നിങ്ങൾ കൂട്ടാളികളാകുന്നു എന്നറിഞ്ഞതിൽ നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. 2 കൊരിന്ത്യർ 1:5-7 വാക്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം. അവര് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് കൂട്ടാളികൾ ആകുന്നു എന്ന് പൗലോസ് അറിഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങളെ കുറിച്ചുള്ള എൻ്റെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. കാരണം അവർക്ക് കഷ്ടങ്ങൾക്ക് കൂട്ടാളിയാണ് എങ്കിൽ അവർ ആ തേജസ്കരണത്തിനും കൂട്ടാളികളാ. നമ്മൾ പലപ്പോഴും പറഞ്ഞു വിടുന്ന വാക്യമല്ലേ, വായിക്കാം. 2 കൊരിന്ത്യർ 1:5, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും. അപ്പൊ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങൾ പെരുകുകയാണ്. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അത് ഞങ്ങൾക്ക് നല്ലൊരു അത്യന്ത തേജസ്സിന്റെ ധനമാണ് ഞങ്ങൾക്ക് അറിയുന്നത്. അത് റോമാലേഖനത്തിൽ പറയുന്നുണ്ട് 1:6. ഇത് അല്ല, ഇപ്പൊ 1:6 വായിക്കും. കൊരിന്ത്യ ലേഖനം 1:6, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസം, നിങ്ങളുടെ രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നു എങ്കിൽ ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്ന നിങ്ങളുടെ ആശ്വാസനായി ഫലിക്കുന്നു. നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസനം കൂട്ടാളികളാകുന്നു എന്നറിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. അപ്പം അവര് തേജസ്കരണത്തിനും കൂട്ടാളികളാണെന്ന്, അവര് കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നു. അപ്പം അവരെ കുറിച്ചുള്ള വലിയൊരു പ്രത്യാശ ഉണ്ട്. അപ്പോൾ ദൈവം
നമ്മിൽ ഓരോന്നും നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുക. സ്നേഹം നിക്ഷേപിക്കുന്നു, പരിജ്ഞാനം നിക്ഷേപിക്കുന്നു, കഷ്ടാനുഭവങ്ങൾ നിക്ഷേപിക്കുന്നു. അതാണ് ദൈവത്തിന് നമ്മിലുള്ള അവകാശം. ഒരു വലിയൊരു അവകാശം നമ്മളുണ്ട്. തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നാം അവകാശികളായി തീരണം, അല്ലെ? ക്രിസ്തുവിന് കൂട്ടവകാശികളും ദൈവത്തിന്റെ അവകാശികളും. ദൈവത്തിന് നമുക്ക് ദൈവത്തിനൊരു അവകാശമുള്ളത് പോലെ ദൈവത്തിനും നമ്മിലൊരു അവകാശമുണ്ട്. നാം ആ ഒരു തേജസ്കരണത്തിന്റെ ക്രിസ്തുവിനോട് കൂടെ നമ്മൾ അതേ മഹത്വത്തിലായിരിക്കണം എന്നാണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ആഗ്രഹം. അപ്പൊ ആ മഹത്വത്തിൽ നാം ആയിത്തീരുമ്പോൾ ദൈവം നമ്മെ കുറിച്ച് വിളിച്ചിരിക്കുന്ന ആശ പൂർത്തിയായി തീരും. അപ്പൊ തന്റെ പുത്രന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി എല്ലാവരും പുത്രനോട് കൂടെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമായി തീരും എന്ന പ്രത്യാശ ദൈവത്തിനുണ്ട്. അതാണ് വിശുദ്ധന്മാരിൽ ദൈവം നിക്ഷേപിക്കുന്ന തന്റെ മഹിമാധനം എന്ന് പറഞ്ഞ ആ പുത്രന്റെ സ്വരൂപത്തോട് നാം അനുഭവപ്പെടേണ്ടതിന് ഓരോ ദിവസവും ദൈവം നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുക. ദൈവത്തെ കുറിച്ചുള്ള അറിവ് നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുക. ദൈവത്തിന്റെ സ്നേഹം നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുക. നമ്മിൽ എല്ലാ ദിവസവും ദൈവം നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് അവനോടുകൂടെ നാം തേജസ്സിൽ വെളിപ്പെടുന്ന പങ്കാളിത്തത്തിലേക്ക് നാം ആയിത്തീരുന്നതിനുള്ള ആ നിക്ഷേപം ദൈവം നമ്മിൽ നിക്ഷേപിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പം എഫേസോസിലെ വിശ്വാസികളോട് പൗലോസ് പറയാ, നിങ്ങളുടെ ഹൃദയനിഷ്ഠ തുറന്നു നിങ്ങൾ നോക്ക്, ആ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളിൽ എത്രയുണ്ടെന്ന്, ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളിൽ എത്ര തന്നിട്ടുണ്ടെന്നേ, നിങ്ങൾ എത്ര പരിജ്ഞാനത്തിൽ വളർന്നിട്ടുണ്ടെന്നേ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവം നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു നിക്ഷേപം. അപ്പൊ അതിനുള്ള ജീവിതം നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിലും കാണുവാനായിട്ട് കഴിയും. തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിച്ച് എന്തുവാ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എല്ലാവരും ഒരുമിച്ച് കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഈ വചനങ്ങളാൽ നിങ്ങൾ ആശ്വസിച്ചുകൊള്ളുവിൻ. കാരണം നമ്മിൽ ദൈവം ഒരു നിക്ഷേപം തന്നിട്ടുണ്ട്. ആ നിക്ഷേപം നമ്മിൽ പൂർണ്ണമാകുമ്പോൾ ദൈവം നമ്മെ എടുക്കും, അല്ലേ? ആ ഓരോ ദിവസവും നമ്മൾ അത് നാം അറിയണം. ആ ദൈവത്തെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നാം വിളിച്ചിരിക്കുന്ന വിളിയെ കുറിച്ചുള്ള ആശ അറിയത്തുള്ളൂ. നാം പലപ്പോഴും നമുക്കിത് അറിയാതിരിക്കും. നമ്മുടെ റിലേഷൻഷിപ്പ് ദൈവത്തോടുള്ള എങ്ങനെയാണെന്ന് നോക്കണം. കൊരിന്ത്യരോട് പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നോന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. അപ്പൊ നാം അത് മനസ്സിലാകുന്നില്ലെങ്കിൽ എവിടെയോ ബന്ധം വിട്ടിട്ടുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ കറണ്ട് എന്താ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് കട്ടൊക്കെ വരുമ്പോൾ പോയി നോക്കും, ആ കറണ്ട് ശരിയാണോ എന്നുള്ളത്, അല്ലെ, ആ വയറ് കുത്തിയിട്ടുള്ളത് ശരിയാണോ എന്നുള്ളത്. ഇവിടെ അത്ര പ്രശ്നമില്ലാത്തതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. നോക്കും ആ ലൈൻ വിച്ഛേദിച്ചിട്ടുണ്ടോ എന്ന്. അതുപോലെ നമ്മളും നോക്കുക, നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന്, ആ ബന്ധത്തിലാണോ നമ്മൾ ഇരിക്കുന്നതെന്ന്. നമുക്കിതൊന്നും മനസ്സിലാകാതെ ലോകത്തിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും നമ്മെ തന്നെ ശോധന ചെയ്യണം, നമ്മെ തന്നെ പരിശോധിക്കണം. എന്നിട്ട് നമ്മള് ദൈവത്തിന്റെ നമ്മളെ വിളിയാനുള്ള ആശ അറിയണം. വിശുദ്ധന്മാരിൽ അവന്റെ ദൈവത്തിന് നമ്മളൊരു അവകാശമുണ്ട്. അത് വലിയൊരു അവകാശമാണ്. ആ അവകാശം നാം അറിയണം. ആ അവകാശത്തിന് വേണ്ടിയാണ് ദൈവം നമ്മിൽ നിക്ഷേപിച്ചു കൊണ്ടേയിരിക്കുന്നത്. ആ നിക്ഷേപം അത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്തിലെ നിക്ഷേപങ്ങളെല്ലാം കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഇട്ടേച്ച് പോകേണ്ട വരും. പക്ഷെ ദൈവം നമ്മൾ നിക്ഷേപിക്കുന്ന നിക്ഷേപം എന്തിനു വേണ്ടിയിട്ടാ? തന്റെ പുത്രന് അനുരൂപമായി പോകണം. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അവന്റെ വിളിയാനുള്ള ആശ ഇന്നത് എന്ന് ആദ്യം നമ്മളിവിടെ പറഞ്ഞത്, അവര് ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, അവര് ദൈവത്തെ കുറിച്ച് അറിയണം,
അവന്റെ വിളിയാനുള്ള ആശ കാരണം വിളിയിലൊരു ഹോപ്പുണ്ട്. അത് ആ പ്രത്യാശയിലാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വെറുതെ ദൈവം നമ്മെ വിളിച്ചതല്ല, അല്ലേ? ക്രിസ്തുവിന്റെ അനുരൂപകനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ദൈവം നമ്മൾ നിക്ഷേപിച്ചു കൊണ്ടേയിരിക്കുന്നു. എഫെസൂസിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ നാമും നമ്മളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് ദൈവം അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും ഒക്കെ അറിയുവാനായിട്ട് നാമും പ്രാർത്ഥിക്കണം. ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മളോട് എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.